അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. കാഹിനുകൾ, അതായത് ഫോർച്യൂൺ ടെല്ലേഴ്സ്, ഭാവി പ്രവചനം നടത്തുന്ന ആളുകൾ നബി ഞങ്ങളുടെ കാലത്തുണ്ട്. യമനിൽ ധാരാളമുണ്ടായിരുന്നു, ഷാമിലുണ്ടായിരുന്നു. പക്ഷേ നബി ഞങ്ങൾ പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാശി പറയുകയോ കൈരേഖ നോക്കി സംസാരിക്കുകയോ ഭാവി പ്രവചിക്കുകയോ ചെയ്യുന്ന ഒരാളെ ചെന്ന് സമീപിക്കുകയും അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീഅത്ത് അവർ അവിശ്വസിച്ചു എന്നാണ് ഇതിനർത്ഥമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സിഹ്ർ ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് പോകരുതെന്ന് പറയാൻ കാരണം. സിഹ്ർ ചെയ്യലാരാ? ഉപദ്രവം ചെയ്യുക. എൻ്റെ അയൽവാസി ഗൾഫ് പോയിട്ടുണ്ട്, ഓൻ തല കുത്തിങ്ങോട്ട് തിരിച്ചു വരണം, എന്തെങ്കിലും പണിയെടുക്കണം, 500 ഉറുപ്പിക എടുക്കുക. ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം പേരുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്, പിന്നെ മുസ്ലിമീങ്ങളല്ലാത്തവർ ചെയ്യുന്നുണ്ട്. അവർക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ലല്ലോ. നമ്മളെ പെണ്ണുങ്ങൾ പർദ്ദട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ക്യൂ നിൽക്കുക, അത്തരം ആൾക്കാരുടെ മുമ്പിൽ ചെന്നിട്ട്, ഇത്തരം ആരാധനാലയങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ കൂളായിട്ട് പുറത്തേക്കിട്ടിട്ടാണ് പോണത്. എന്തിനെന്നറിയോ? അമ്മായിമ്മക്ക് പണി കൊടുക്കാൻ, അമ്മായിമ്മ മരുകൾക്ക് പണി കൊടുക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠത്തെ അനുജത്തിക്ക്, കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്ക്, അയൽവാസികൾക്ക്. പച്ചയായ സിഹർ. ഇസ്ലാം എന്നാണ് പുറത്തു പോകും, പുറത്തൊക്കെ മേത്തുണ്ടാവുള്ളൂ. പക്ഷേ ആ ശരീരം തൗബ ചെയ്ത് മടങ്ങിയില്ലേ, പൊരുത്തപ്പിടിച്ചില്ലേ, നേരെ തീയിലേക്ക്, നരകത്തിലേക്ക് പോകുന്ന ശരീരമാണ്. നിസ്കാരത്താമ്പുണ്ടായിട്ട് കാര്യമില്ല. എനിക്കറിയാം, രാവിലെ സുബഹിക്ക് 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു ഉമ്മ. പക്ഷെ പരിപാടി ഇതാണ്, സിഹർ ചെയ്യുക. സിഹർ ചെയ്യുക, മാരണം ചെയ്യുക. ഞാനിത് ചെയ്യോ, ഇസ്ലാമിന് പുറത്തു പോകണ കാര്യമില്ലേ, അതും പറയും. എന്നിട്ട് പരിപാടി ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അറിവില്ലായ്മയാണിത് റബ്ബേ ഇത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇത് കൂടിക്കൊണ്ടുവരെ എനിക്ക് തോന്നുന്നു എല്ലാ വേള പറയുന്ന ഉസ്താദന്മാരും വേളതിൻ്റെ അവസാനത്തിലെങ്കിലും ഇതിൻ്റെ ഫിത്നയെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. കാരണം ഈ ഉപദ്രവമല്ലാത്ത ഡോക്ടർമാർക്ക് മനസ്സിലാവില്ല. അവർ സ്കാൻ ചെയ്യും, MRI സ്കാൻ ചെയ്യും, അത് ചെയ്യും, ശരീരം ആസകലം വേദന. ചിലപ്പോൾ വേദന ഊരക്ക്, പെട്ടെന്നത് തലയിലേക്ക് കയറും, പിന്നെ ഷോൾഡറിലേക്ക്, പിന്നെ കാലിലേക്ക്. സ്ഥിരതയില്ലാത്ത ഓടിക്കൊണ്ടിരിക്കുന്ന വേദന. കാരണം എന്തെന്നറിയില്ല. എന്ത് തൊട്ടാലും മുടക്ക്, എന്ത് കാര്യങ്ങൾ ചെയ്താലും മുടക്ക്. ഇതൊക്കെ പറയുമ്പോൾ ചൂഷണം ചെയ്യാൻ, മുഅ്മിനീങ്ങളെ ചൂഷണം ചെയ്യാൻ ആളുകൾ വരും. ഞങ്ങൾക്കത് മാറ്റിത്തരാൻ പറ്റും, 10,000 വെക്കണം, 20,000 ചെലവ് വരും, 5 ലക്ഷം വരും ചെലവ്. അവർ തന്നെ കള്ളന്മാരാണ്. കാരണം ഇത് മുഅ്മിനീങ്ങൾക്ക് വന്നൊരു വിഷമം. അള്ളാഹുവിൻ്റെ ദീനിലുള്ള ദുആഉം റുഖിയയും ചെയ്ത് ചികിത്സിക്കേണ്ട ഒരു കാര്യത്തിന് കാശ് ചോദിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ പോകുന്ന ബുദ്ധിമുട്ടുള്ള ആൾ രോഗി, അവരുടെ രോഗത്തിന് പരിഹാരമാകുമ്പോൾ ചികിത്സ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഹദിയ സമ്മാനം കൊടുത്തു, കുഴപ്പമില്ല, അതൊരു മാന്യതയാണ്. നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം അങ്ങോട്ട് കൊടുക്കുന്നത് നല്ലതാണ്, അത് ചെയ്തേ പറ്റൂ. പക്ഷേ അത് അത് ചോദിക്കുകയോ കണക്ക് പറയുകയോ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയോ ഇത് ചികിത്സ ചെയ്യുന്ന ആളുകൾ ചെയ്താൽ അവരുടെ ചികിത്സയിൽ ഫലമുണ്ടാവില്ലെന്നാണ്. ആളുകൾ ഇങ്ങനെ ഓടുകയാണ്. ഇത്തരം ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊൽസമാത്ത് എന്ന് പറയുന്നത് ഇതിൽ പച്ച സിഹർ വരെ ഉണ്ടാവും. തൊൽസമ മൻ വാഫഖ ഖത്തുഹു, ഒരു കാന നബിയ്യും മിൻ അംബിയാ യഖുത്ത്, അമ്പിയാക്കന്മാരിൽ ഇങ്ങനെ വരകൾ വരച്ചിരുന്നൊരു നബി ഉണ്ടായിരുന്നു എന്ന് ഒരു ഹദീസോ അസറോ കാണാറുണ്ട്. നമ്മുടെ ആലിമീങ്ങൾ കഥ പറയാം. ആ ഒരു ഖത്തുമായി യോജിച്ചു വന്നാൽ അത് കറക്റ്റ് തന്നെ, അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ ഏതാണ് യോജിക്കുന്നത് ഏതാണ് യോജിക്കാത്തത്. ഏതെങ്കിലും തൊൽസമാത്തിൻ്റെ കിതാബ് എടുത്ത് വെച്ചിട്ട് വര തുടങ്ങും. ഈ വരയിൽ പിശാച്ചിൻ്റെ പേരും സേവയും അടക്കമുള്ള വിഷയങ്ങൾ വരും. അതാ മടക്കി പിടിച്ച് കൊടുക്കുക. പച്ചയായ സിഹറല്ലേ. ചിലർ അതിലും അപ്പുറം. പിന്നെ നിങ്ങളുടെ ഈ സിഹർ തീരണമെങ്കിൽ ഇന്നാലിന്ന ദൈവത്തിന്, ഇന്നാലിന്ന ദേവിക്ക് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നമ്മൾ ഇസ്ലാം പറയാണ്, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. ആരോട് നമുക്ക് ഒരു വിദ്വേഷമോ ഒരു പകയോ ഒന്നും പാടില്ല. സ്നേഹവും ബഹുമാനവും ആദരവും തന്നെയാണ്. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാൻ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവേതര വിഷയങ്ങളെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. മരിക്കുമ്പോൾ ഈമാൻ കിട്ടൂല. അതുകൊണ്ട് മുഅ്മിനെ ആരെയും ബുദ്ധിമുട്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കല്ലേ. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പണികൾ ചെയ്യുന്നത്, ആ പണി നിങ്ങളിലേക്ക് തിരിച്ചു വരും. അത് നിങ്ങൾക്ക് തിരിച്ചടിക്കും. മുഅ്മിനീങ്ങളെ തൊട്ട് കളിക്കരുത്. മുഅ്മിനീങ്ങൾ സൂറത്തുൽ ബഖറയും ആയത്തുൽ കുർസിയും
അതുപോലെ തന്നെ ഹിഫദിൻ്റെ ആയത്തുകളും ഔറാദുകളും വിർദുകളും ഔറാദു സ്വബാഹി വൽ മസ, അദ്കാറു സ്വബാഹി വൽ മസ, ഇതൊക്കെ ഓതുന്ന മുഅ്മിനീങ്ങളായിരിക്കും. അവരോട് കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദിക്റോ ഖുർആനൊക്കെ കുറഞ്ഞ ആളുകൾ പെട്ടെന്ന് ഫലിക്കും. ഉപദ്രവങ്ങളുണ്ടാകും. ഒരു മനുഷ്യൻ ഉപദ്രവിച്ച് പ്രയാസപ്പെട്ട് കാണുന്നത് സന്തോഷിക്കാൻ ഒരു ഈമാനുള്ള മനുഷ്യന് കഴിയുമോ? എന്നല്ല അയൽവാസിയും കുടുംബമൊക്കെ ആവുന്നത്. ഈമാനുണ്ടെങ്കിൽ പറ്റുമോ? ചോരബന്ധമുള്ള ആളുകൾ, അയൽപക്ക ബന്ധമുള്ള ആളുകൾ, കുടുംബക്കാർ എങ്ങനെയാ ഇങ്ങനെ സ്വന്തം കൂടപ്പറപ്പുകളെ ബുദ്ധിമുട്ടാക്കുന്നത്, ഉപദ്രവിക്കുന്നത്? ഒരു മുഅ്മിൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ്. എന്തായർത്ഥം? കെട്ടുകളിൽ ഊതുന്ന നഫ്സുകളിൽ നിന്ന് റബ്ബേ കാവൽ തരയണമേ. കെട്ടിട എന്ന് പറഞ്ഞാൽ സിഹർ ചെയ്യുക. അവിടെ നഫ്ഫാഥാത്ത് എന്ന് പെണ്ണുങ്ങളുടെ ഒരു പ്രയോഗമുണ്ട്. അവിടെ സ്ത്രീലിംഗമാണത്. നഫ്ഫാഥാത്ത്. നഫ്ഫാഥൂന എന്ന് പറഞ്ഞ ആണുങ്ങളാ. നഫ്ഫാഥാത്ത് അൽ അംഫുസ് അങ്ങനെ പറയും. ഇങ്ങനെ ഊതുന്ന ശരീരങ്ങൾ എന്ന അർത്ഥത്തിലാണ്. അതല്ല, പെണ്ണുങ്ങളാണ് ഈ പണിക്ക് കൂടുതൽ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന ഊതുന്ന പെണ്ണുങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കണമെന്ന് പറയാൻ കാരണം. യാ അല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജിന്നുണ്ട്, ജിന്നുമ്മയാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞ് കണ്ണും ചിമ്മി ഓടരുത്. അതൊരു നല്ല മനുഷ്യനാണോ? ഒരു നല്ല മഹദിയാണോ? അള്ളാനെ പേടിക്കുന്ന പെണ്ണാണോ? ഹിജാബിട്ട് അച്ചടക്കത്തോടുകൂടെ നിസ്കാരവും ദീനിൻ്റെ ഫർളുകളും ഷർത്തുകളും പാലിച്ച് ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള ആണാണോ പെണ്ണാണോ? ജിന്ന് വരുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. അവർ 2 മാസത്തേക്ക് 1 മാസത്തേക്കൊക്കെ വരും, ചിലപ്പോൾ 2 കൊല്ലത്തേക്ക് വരും. അവർ വിസർജിച്ച് വരുന്നതാ. മരിക്കോളുണ്ടാവുന്നതിന് അർത്ഥമില്ല. ഇതിൽ നല്ലവരും മോശപ്പെട്ടവരും ഉണ്ടാകും. ജിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ കറാമത്തുമല്ല. അത് ഏത് മനുഷ്യനും ഒരു അല്പം പണിയെടുത്താൽ കിട്ടാവുന്ന സംഗതിയാണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. അങ്ങനെ വന്നു ചേരി കയറി കൂടുകയാണെങ്കിൽ, നല്ല ജിന്നുകളുണ്ടെങ്കിൽ മാഷാ അള്ളാഹ് കുറേ ഇബാദത്തിന് സൗകര്യം ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടും. അള്ളാഹുവിനെ സ്തുതിക്കുകയും ശുക്ർ ചെയ്യുകയും ചെയ്യണം. അത് കച്ചവടമല്ല. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ചികിത്സ കൊടുക്കണം. എന്നാൽ ദീന് നോക്കാതെ, ആ മനുഷ്യൻ്റെ ദീൻ എന്താണ്, പഠിച്ച ആളാണോ, ശരീഅത്തുള്ള ആളാണോ എന്ന ആളുകൾ അങ്ങോട്ട് തൊപ്പിയോ തലയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആലിമായി എന്നാ വിചാരിക്കുക. ഇതിന് പഠിക്കണ്ടേ? ദീനിൻ്റെ ശരീഅത്ത് പഠിക്കണ്ടേ? ശരീഅത്തിൻ്റെ അഹ്കാമുകൾ പഠിക്കണ്ടേ? ഫിഖ് പഠിക്കണ്ടേ? ഹദീസ് പഠിക്കണ്ടേ? ഖുർആൻ പഠിക്കണ്ടേ? ഇതൊന്നും അറിയാതെ ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എഴുതി കുത്തി കൊടുത്താൽ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. കണ്ണും മൂക്കും നോക്കാതെ അങ്ങ് ഓടിയാൽ. അതുകൊണ്ട് വിശ്വസിക്കാവുന്ന മുത്തഖീങ്ങളായ മഹാന്മാരായ ആളുകളുണ്ട്. ഒരു ഫാത്തിഹ ഊതി തന്നാൽ മതിയാവും, ഇത് ശരിയാവും. അവരുടെ ഒരു ആയത്തിൽ കുറിച്ച് മതിയാവും. അവർ മന്ത്രിച്ചൂതിയ വെള്ളം കുടിച്ചാൽ മതിയാവും. റുഖിയ ചെയ്ത് അവരുടെ റുഖിയ മതിയാവും. ഇതൊന്നും വേണ്ടാന്ന് വെച്ച് ദീനിന്ന് പുറത്തു പോകുന്ന ഷിർക്ക് വരെ ചെയ്തുകൊണ്ട് ചികിത്സ തേടുന്നത് അപകടമാണ്. അത്തരം ഷിർക്ക് കൊണ്ട് ചികിത്സ ചെയ്യണമെന്ന് പറയുന്ന ചികിത്സിക്കുന്ന ആളുകൾ അവർ പിശാചുക്കളുമാണ്. മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ഈമാൻ കളയാൻ അവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ, എന്നെ കൊണ്ട് പറ്റൂല, എന്നെന്താ പറയുക, അവിടേക്ക് തീർച്ചയായിക്കോളി. ആ ഒരു ആരാധനാലയത്തിലേക്ക് ഇത്ര കൊടുത്തേക്ക്, അവിടേക്ക് ഇന്നത് നിങ്ങൾ നേർച്ചയാക്കിക്കോളി. എന്തിന്? അള്ളാഹ്ക്കും ദീനിനും മുഅ്മിനീങ്ങൾക്കും നല്ല. ഇത് പടച്ചവനെ അള്ളാഹുവേതര ദൈവങ്ങളെ ആരാധിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഉണ്ട്. ലോകത്ത് ഒരുപാടുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ആത്മീയമായ ചികിത്സയുടെ പേരിൽ നമുക്കത് ചെയ്യാൻ പാടില്ല. ആത്മീയ ചികിത്സ, ഡോക്ടർ മുസ്ലിമോ അമുസ്ലിമോ അതിനെ സംബന്ധിച്ചല്ല നമ്മളിപ്പോൾ പറയുന്നത്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന വിഷയമാണ്. എന്തേ? അള്ളാഹുവിനോട് ബന്ധപ്പെടേണ്ടതിന് പകരം അള്ളാഹു നമ്മുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ പിശാചുക്കളെയാണ് ഈ സഹായത്തിന് വിളിക്കുക. അവർ ഇത് ചെയ്യുന്നതാണെങ്കിലോ ഖുർആനിനെ അവഹേളിച്ചിട്ടാണ്. നജാസത്ത് എന്ന് ശറഅ് പറഞ്ഞ നജസ്സുകൾ വെച്ചിട്ടാണ്. രക്തം, നഖങ്ങൾ, ശരീരത്തിലെ വിസർജ്യങ്ങൾ, മോശപ്പെട്ട സാധനങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് സിഹർ എന്ന് പറയുന്നത്. 500 രൂപ ചിലവുണ്ടാവുള്ളൂ. പക്ഷെ ഒരു സാധുവിന് അസുഖം വന്നാൽ അള്ളാഹുവെ ഇത് കൊണ്ടുപോയി ചികിത്സിക്കണമെങ്കിൽ അവരുടെ ജീവിതകാലം സമ്പാദിച്ചത് മുഴുവൻ തൊലഞ്ഞു പോകും. കുറേ ഓടും, കിട്ടൂല. അവിടെ പോകും, ഇവിടെ പോകും, ഇങ്ങോട്ട്. അപ്പോൾ വേറെ ആളുണ്ട്, അവിടേക്ക് ചെല്ലും. ഇങ്ങനെ ആ പാവം കടന്ന് കഷ്ടപ്പെടാൻ നബി ഞങ്ങൾ പറഞ്ഞു, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് സിഹർ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. അതുകൊണ്ട് ഇത് ചെയ്ത മുഴുവൻ ആളുകളും, ആരെങ്കിലും ഇത് കേൾക്കുന്നവർ, ഇനി പിന്നീട് കേൾക്കുന്നവർ സിഹർ ചെയ്തിട്ടുണ്ടോ, ആർക്കെങ്കിലും എതിരെ ഉപദ്രവം ചെയ്യാൻ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ, ആ മനുഷ്യനോട് പൊരുത്തപ്പിടിച്ചേക്ക്, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയേക്ക്. ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഈമാൻ പുതുക്കിക്കോളി, അമലുകൾ ചെയ്തേക്ക്. നഷ്ടപ്പെട്ടു പോയ അമലുകൾ ഖളാ വിട്ടേണ്ടി വരും. അതാണ് ഇസ്ലാമെന്ന് പുറത്തു പോയാലുള്ള പ്രശ്നം. പ്രായപൂർത്തി ആയിടം മുതൽ നമ്മുടെ നിസ്കാരവും നോമ്പും ഖളാ വിട്ടേണ്ടി വരും. കാരണം എല്ലാം പൊളിഞ്ഞു പോകും. അത്ര വലിയ ദുരന്തമാണ്
നമ്മുടെ നാടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകരം വിട്ടാൻ വേണ്ടി ഞാൻ